ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലുള്ള മജീദ് ഖാൻ്റെ ബീഫ് കടയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നമ്മൾ 4 പേരാണ് പോകുന്നത്. ഏകദേശം ഒരു 6 മണിയായപ്പോൾ കാലിക്കറ്റിൽ നിന്ന് പുറപ്പെട്ടാണ്. ഞങ്ങളുടെ യാത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം തിരക്കൊഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന റൂട്ട് അന്നശ്ശേരി റൂട്ടാണ്. പറമ്പത്ത് നിന്നും അന്നശ്ശേരി വഴി ബാലുശ്ശേരിയിലേക്ക്, അവിടുന്ന് പിന്നെ താമരശ്ശേരിയിലേക്ക്, അവിടുന്ന് പിന്നെ എളുപ്പമാണ് വയനാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ റൂട്ടാണ് നമ്മൾ എപ്പോഴും പോകാറ്. അല്ലെങ്കിലും നമ്മൾ ഈ മൺസൂണിൽ പോകുന്ന യാത്രകൾക്കൊക്കെ ഒരു പ്രത്യേക രസം തന്നെയല്ലേ. മഴ പെയ്തു തോർന്നുകൊണ്ട് തന്നെ ആകാശത്തൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിലും ഓരോ യാത്രകളും ഓരോരുത്തർക്കും തരുന്ന ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും ഫാമിലിയുടെ കൂടെ പോകുന്നതും രണ്ടും 2 എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊരു യാത്ര പോകണം. അത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം കണ്ടെത്തുന്നൊരു സമയമായിരിക്കണം. പിന്നെ ചിലർക്ക് യാത്രകൾ പലതും എല്ലാത്തുനിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് ഒന്ന് വയനാട് വരെ പോയാലോ എന്നുള്ളത്. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വിശപ്പൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ചുരത്തിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് പിന്നീട് പോയത്. വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് നല്ലപോലെ മഴ, കോട ഇതൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല, മഴയും ഉണ്ടായിരുന്നില്ല, കോടയും ഉണ്ടായിരുന്നില്ല. പക്ഷേ വയനാട്ടിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ വരുമ്പോഴും ആദ്യമായിട്ട് ഞാൻ വയനാട്ട് പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ ഗേറ്റ് കടന്നു. ഇനി നമുക്കിവിടുന്ന് പുൽപ്പള്ളി റോഡിലേക്കാണ് പോകേണ്ടത്. നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പുൽപ്പള്ളി റൂട്ടിലാണ്. പുൽപ്പള്ളി റൂട്ടിൽ 6ാം മൈലിലാണ്. നമ്മൾ TV-യിലും പത്രത്തിലൊക്കെ കാണാറില്ലേ, ആന ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ. പുൽപ്പള്ളി റോഡ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലും ഏതായാലും മഴയോ കോടയോ ഒന്നും കണ്ടില്ല. ഇനി എന്തെങ്കിലും വൈൽഡ് ആനിമൽസും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇതേ നിൽക്കുന്നു ആനക്കൂട്ടങ്ങൾ. കൊമ്പനെ കണ്ടില്ല, പക്ഷെ ബാക്കി ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ വിട്ടു വീണ്ടും. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ ഡെസ്റ്റിനേഷനിൽ, KM മെസ് ഹൗസ്. ഞങ്ങളൊരു സൺഡേ ആണ് പോയത്. അന്ന് തന്നെ ഇത്ര തിരക്കുണ്ടായിരുന്നു. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കുറച്ച് കുറവുള്ള കടയാട്ടോ ഇത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിറകടുപ്പിൽ നല്ല പോലെ മണിക്കൂറുകളോളം വേവിച്ചെടുക്കുന്ന ബീഫാണ്. കൂടെ പൊറോട്ടയുണ്ട്, കപ്പയുണ്ട്. ആദ്യത്തെ സെറ്റ് കഴിയാറായി, 2ാമത്തെ സെറ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു പൊരിച്ച പത്തിരിയും ഒരു പൊറോട്ടയും ബീഫുമാണ്. അതങ്ങനെ പാത്രത്തിലേക്ക് തട്ടിവിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് ബീഫിൻ്റെ ചാറാണ് ഞാൻ ആദ്യം കൂട്ടിയത്. അതന്നെ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി മസാലയാണ് അവിടുത്തെ. അങ്ങനെ ഞങ്ങളുടെ വയറും
മനസ്സും ഒക്കെ നിറച്ച് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പം മറക്കണ്ട, വയനാട് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് KMS ഹൗസ്. ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും അതെ, ക്വാളിറ്റിയും അതെ, എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പം മറക്കണ്ട, ലൊക്കേഷൻ വരുന്നത് പുൽപ്പള്ളി റോഡ് 6-ാം മൈൽ. അപ്പം ഇനി ഒന്നും നോക്കണ്ട, വിട്ടോളി മക്കളേ.